ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5 മത്സര T20 പരമ്പരയിലെ 3 മത്സരങ്ങളാണ് ഇതിനകം പൂർത്തിയായത്. ആദ്യ 2 മത്സരങ്ങളിൽ ഇന്ത്യൻ ടീം തകർപ്പൻ വിജയം നേടി. മൂന്നാം മത്സരത്തിൽ ഇംഗ്ലണ്ട് ശക്തമായി തിരിച്ചു വന്നു. ബാറ്റിംഗിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ ഇംഗ്ലണ്ട് ബോളിംഗിൽ മികച്ച പ്രകടനം നടത്തി. 26 റൺസിനായിരുന്നു ഇന്ത്യയുടെ തോൽവി. നിലവിൽ പരമ്പരയിൽ 2-1 ഇന്ത്യ മുന്നിലാണ്. വെള്ളിയാഴ്ച പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് പരമ്പരയിലെ 4ാം മത്സരം നടക്കുക. ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ ഒരു മത്സരം ബാക്കി നിൽക്കെ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാനാകും. രാജ്കോട്ടിൽ നടന്ന 3ാം T20 മത്സരത്തിൽ കളത്തിലിറങ്ങിയ ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തി ഇന്ത്യ 4ാം മത്സരത്തിന് ഇറങ്ങാനാണ് സാധ്യത. ഈ മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ വരാൻ സാധ്യതയുള്ള 3 മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്താം. പരിക്കിനെ തുടർന്ന് കഴിഞ്ഞ 2 മത്സരങ്ങളിലും മധ്യനിര ബാറ്റർ റിങ്കു സിംഗ് കളിക്കാൻ ഇറങ്ങിയിരുന്നില്ല. 2ാം T20യുടെ ടോസ് സമയത്ത് 2 മത്സരങ്ങൾ റിങ്കുവിന് നഷ്ടമാകുമെന്നായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വ്യക്തമാക്കിയത്. റിങ്കുവിന്റെ അഭാവം കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇന്ത്യൻ മധ്യനിരയിൽ പ്രകടമായിരുന്നു. എന്നാൽ പരിക്കിൽ നിന്ന് മോചിതനായി അടുത്ത കളി അദ്ദേഹം ടീമിലേക്ക് തിരിച്ചെത്തിയേക്കും. ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. പരിക്ക് റിങ്കുവിനെ കൂടുതൽ മത്സരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. മധ്യനിരയിൽ ശ്രദ്ധേയമായ ബാറ്റിംഗ് പ്രകടനം നടത്താൻ കഴിവുള്ള റിങ്കു സിംഗ് മടങ്ങിയെത്തുകയാണെങ്കിൽ ധ്രുവ് ജുറലിന് പ്ലേയിങ് 11-ലെ സ്ഥാനം നഷ്ടമാകും. റിങ്കുവിന് പകരം ഇന്ത്യൻ ടീമിലെത്തിയ ജുറലിന് കഴിഞ്ഞ 2 മത്സരങ്ങളിലും തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. ചെന്നൈയിൽ 4 റൺസിന് പുറത്തായ താരം രാജ്കോട്ടിൽ 2 റൺസിനാണ് വീണത്. ഈ മത്സരത്തിൽ 8ാമനായി ജുറലിനെ ഇറക്കിയത് വലിയ വിമർശനങ്ങളിലേക്കും നയിച്ചു. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇന്ത്യയുടെ മധ്യനിര ബാറ്റർമാർ വിയർത്തിരുന്നു. ഇതോടെ മിഡിൽ ഓർഡറിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ബാറ്റിംഗ് നിരയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഓൾറൗണ്ടർ ശിവൻ ദുബെയെ ഇന്ത്യ പ്ലേയിങ് 11-ലേക്ക് കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. നേരത്തെ പരിക്കേറ്റ് പുറത്തായ നിതീഷ് റെഡ്ഡിക്ക് പകരക്കാരനായിട്ടാണ് വെടിക്കെട്ട് ബാറ്ററായ ദുബെയെ ഇന്ത്യ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത്. ദുബെ പ്ലേയിങ് 11-ലേക്ക് വരികയാണെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിന് പുറത്തിരിക്കേണ്ടി വന്നേക്കും. കഴിഞ്ഞ 2 മത്സരങ്ങളിലും സുന്ദർ ടീമിലുണ്ടായിരുന്നു. രാജ്കോട്ട് T20യിൽ താരത്തിന്റെ ബാറ്റിങ്ങിലെ മെല്ലെപ്പോക്ക് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായിരുന്നു. 15 പന്തിൽ 6 റൺസ് മാത്രമാണ് സുന്ദറിന് മത്സരത്തിൽ നേടാനായത്. T20യിൽ ഇന്ത്യയുടെ നമ്പർ 1 ബോളറും ഫോമിലുള്ള താരവുമായ അർഷ്ദീപ് സിംഗിനെ 3ാം T20 മത്സരത്തിൽ ഇന്ത്യൻ ടീം പുറത്തിരുത്തിയിരുന്നു. പരിക്കേറ്റ് ദീർഘകാലം കളത്തിന് പുറത്തായിരുന്ന സീനിയർ പേസർ മുഹമ്മദ് ഷമിയെ കളിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. എന്നാൽ 4ാം T20 മത്സരത്തിൽ അർഷ്ദീപ് പ്ലേയിങ് 11-ലേക്ക് മടങ്ങിയെത്താനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ആരാകും ടീമിൽ നിന്ന് പുറത്താവുകയെന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. മുഹമ്മദ് ഷമി, രവി ബിഷ്ണോയ് എന്നിവരിൽ ഒരാൾക്കാകും പ്ലേയിങ് 11-ലെ സ്ഥാനം നഷ്ടമാവുക എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. പരമ്പരയിലെ 3 മത്സരത്തിലും ഇന്ത്യക്കായി ഇറങ്ങിയ ബിഷ്ണോയ്ക്ക് 1 വിക്കറ്റ് മാത്രമാണ് വീഴ്ത്താനായത്.